നമസ്കാരം. UAE-യിൽ പ്രത്യേക വ്യാപാര പാർക്ക് സ്ഥാപിക്കാനുള്ള പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ് കേന്ദ്ര സർക്കാർ. ഭാരത് പാർക്ക് എന്ന പേരിലായിരിക്കും പുതിയ പദ്ധതി ആവിഷ്കരിക്കുന്നത്. DP വേൾഡിന്റെ ഉടമസ്ഥതയിലുള്ള ജബൽ അലി ഫ്രീ സോണിലായിരിക്കും ഭാരത് പാർക്ക് സ്ഥാപിക്കാനൊരുങ്ങുന്നത്. എന്തിനാണ് ഇത്തരത്തിൽ ഭാരതത്തിന്റെ ഒരു പ്രത്യേകമായ വിപണി UAE-യിൽ തുടങ്ങുന്നത് എന്ന ചോദ്യത്തിന് കൂടി കൃത്യമായ ഉത്തരമുണ്ട്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കായി ഒരു ഗുഡ്സ് ഷോറൂമും വെയർഹൌസുകളും സ്ഥാപിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര വാണിജ്യ ടെക്സ്റ്റൈൽസ് വകുപ്പ് മന്ത്രി പീയൂഷ് ഗോയൽ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. മറ്റു രാജ്യങ്ങൾക്ക് ഇന്ത്യൻ സാധനങ്ങൾ വാങ്ങാൻ ഭാരത് പാർക്ക് സൗകര്യം ഒരുക്കുമെന്നും പേയ്മെന്റ് UAE-യിൽ ഉറപ്പാക്കുമെന്നും പീയൂഷ് ഗോയൽ അഭിപ്രായപ്പെടുന്നുണ്ട്. എന്തായാലും UAE-യിലെ ആസൂത്രിത ഇന്ത്യൻ വെയർഹൌസിംഗ് സൗകര്യം ചൈനയുടെ ഡ്രാഗൺ മാർട്ടിന് സമാനമായിരിക്കുമെന്നുകൂടി ഇക്കണോമിക് ടൈംസ് ഉൾപ്പെടെയുള്ള ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള ഏകീകൃത പ്ലാറ്റ്ഫോം ആയിരിക്കും ഭാരത് പാർക്ക്. 2025 പൂർണ്ണ തോതിൽ തന്നെ ഇത് പ്രവർത്തന സജ്ജമാകുമെന്നുള്ള പ്രതീക്ഷ കൂടി കേന്ദ്രം പങ്കുവെക്കുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങൾക്ക് പുറമെ ആഫ്രിക്ക, യൂറോപ്പ്, US എന്നിവിടങ്ങളിലേക്ക് വിപണനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ കമ്പനികൾക്ക് ഇത് പ്രയോജനം ചെയ്യപ്പെടും എന്നുകൂടി അദ്ദേഹം പറയുന്നു. അങ്ങനെ അറബി നാട്ടിൽ UAE-യിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഒരു ശക്തമായ പദ്ധതി വരുന്നു. അത് 2025 പ്രവർത്തന സജ്ജമാകുന്നതോടുകൂടി ഇതേ മാതൃകയിൽ തന്നെ വ്യാപാരവുമായി മുന്നോട്ട് പോകുന്ന ചൈനയ്ക്കുണ്ടാകാൻ പോകുന്ന വെല്ലുവിളികൾ ചെറുതായിരിക്കില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.